അള്ളാഹു നമുക്ക് റമദാനിലെ 30 ദിവസം നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകി. അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിലായി സമയം ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അതുകൊണ്ട് അള്ളാഹുവിനെ നല്ല രീതിയിൽ ശുക്ർ ചെയ്യണം. അള്ളാഹുവെ, നീയാണ് തൗഫീഖ് നൽകിയവൻ. അള്ളാഹുവിനെ നല്ല രീതിയിൽ ശുക്ർ ചെയ്യണം. അതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ആര് ശുക്ർ ചെയ്തോ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ചെയ്യാൻ അവർക്ക് തൗഫീഖ് കൊടുക്കും. രണ്ടാമതായി നമ്മൾ റമദാനിൽ നേടിയെടുത്ത അമലുകൾ, റമദാനിൽ നേടിയെടുത്ത തഖ്വ അത് നിലനിർത്തണം. റമദാനിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ മാറ്റം വരലാണ്. റമദാൻ ഒരു മാസം നോമ്പനുഷ്ഠിച്ചു, നമ്മൾ ഹറാമുകളിൽ നിന്ന് മാറി നിന്നു. റമദാന് ശേഷം പഴയ പോലെയാണെങ്കിൽ ആ റമദാൻ കൊണ്ട് കാര്യമില്ല. റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ അത് നമ്മുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മുഴുവൻ വിജയം വെച്ചിരിക്കുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, തഖ്വയുടെ പേരിലാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ശുദ്ധമായ ഖുർആനിലെ ഈ ഒരു ആയത്ത് ഒരാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് വേറൊന്നും വേണ്ട. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവൻ എവിടെ ഏത് പ്രശ്നത്തിലകപ്പെട്ടാലും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു അവൻക്ക് റിസ്ക് കൊടുക്കും. ദുനിയാവിലും ആഖിറത്തിലും ആ മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കും. ഈ തഖ്വ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു അള്ളാഹു നമുക്ക് നോമ്പ് നൽകിയത്, തറാവീഹ് നൽകിയത്, ഖിയാമുൽ ലൈൽ നൽകിയത്. ഈ തഖ്വയെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. റമദാനിൽ നമ്മൾ ചെയ്ത പല അമലുകളുമുണ്ട്. ആ അമലുകളെ മരണം വരെ നിലനിർത്താൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ചെയ്താൽ സബ്ബതഹു എന്ന ഹദീസിൽ വരുന്നുണ്ട്. നബിതങ്ങൾ ആ അമലിനെ നിലനിർത്തുമായിരുന്നു. നമ്മൾ റമദാനിൽ തുടങ്ങി വെച്ച ഖിയാമുൽ ലൈൽ അത് റമദാനിൽ മാത്രമുള്ള സുന്നത്തല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും റമദാൻ അല്ലാത്ത മാസങ്ങളിലും 11 റക്അത്ത് വിത്ർ നമസ്കരിക്കുമായിരുന്നു, അല്ലെങ്കിൽ 11 റക്അത്ത് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം, ഇനി മരണം വരെ ഖിയാമുൽ ലൈൽ നമസ്കാരം ഉപേക്ഷിക്കുകയില്ല. റമദാനിൽ മാത്രമായി അള്ളാഹു നമുക്ക് നൽകിയത് തറാവീഹായിരുന്നു. ഖിയാമുൽ ലൈൽ റമദാനിലും അതല്ലാത്ത മാസങ്ങളിലും സുന്നത്താണ്. ഒരാൾ ഖിയാമുൽ ലൈൽ പതിവാക്കിയാൽ, തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളുണ്ടാവും. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർബത്തുൽ ലക്കും ഇലാ റബ്ബിക്കും. തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയാൽ അള്ളാഹുമായുള്ളൊരു ബന്ധം, അള്ളാഹുമായുള്ളൊരു അടുപ്പം നമുക്ക് ലഭിക്കും. ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്ന സമയം തഹജ്ജുദിൻ്റെ സമയമാണ്. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ സമയം രാത്രി തഹജ്ജുദിൻ്റെ സമയമാണ്. ആ സമയത്തുള്ള നമസ്കാരം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. മഗ്ഫറത്തുൽ ലിസ്സയ്യാത്ത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നമ്മൾ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. രാത്രി എഴുന്നേറ്റ് തണുപ്പുള്ള സമയത്ത് ഒരു മനുഷ്യൻ വുളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടുമ്പോൾ അള്ളാഹു ആ മനുഷ്യനിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേരെ അള്ളാഹു സ്നേഹിക്കും. അതിലൊന്ന് രാത്രി യാത്ര ചെയ്ത് ക്ഷീണിച്ചൊരു മനുഷ്യനാണ്. എല്ലാവരും കടന്നുറങ്ങി, പക്ഷെ അവൻ മാത്രം രാത്രിയുടെ അവസാന ഭാഗമായപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ ആ മനുഷ്യനെ അള്ളാഹു സ്നേഹിക്കും. അതിലൂടെ മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തുവരും. മഗ്ഫറത്തുൽ ലിസ്സയ്യാത്ത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹജ്ജുദ് നമസ്കാരത്തിലൂടെ ചെയ്യാനുള്ള പാപങ്ങളിൽ നിന്ന് തഹജ്ജുദ് നമസ്കാരം മനുഷ്യനെ സംരക്ഷിക്കും. പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്ന നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. അതേപോലെ മത്റദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിന് ആരോഗ്യം കിട്ടും. പതിവായി തഹജ്ജുദ് നമസ്കരിക്കുന്നവരുടെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം കൊടുക്കും. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയാൽ അയാളുടെ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊടുക്കും. തഹജ്ജുദ് നമസ്കാരം ഒരിക്കലും ജീവിതത്തിൽ പാഴാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഒട്ടകത്തെ കറക്കുന്ന സമയമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തഹജ്ജുദ് നമസ്കരിക്കണം. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ റമദാനിൽ പതിവാക്കിയ തിലാവത്തുൽ ഖുർആൻ്റെ ഓത്ത്, അത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. മരണം വരെ തിലാവത്തിനെ നമ്മൾ തുടർത്തിക്കൊണ്ടു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അലൈക ബി തിലാവത്തിൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആനിനെ മുറുകെ പിടിക്കണം, ഖുർആനിൻ്റെ പാരായണം മുറുകെ പിടിക്കണം. വദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദിക്റിനെയും മുറുകെ പിടിക്കണം.
ഫഇന്നഹു ദിക്റുൻ ലക ഫിസ്സമാ, അത് ആകാശത്തിൽ നീ സ്മരിക്കപ്പെടാൻ കാരണമാണ്. ചില ആളുകൾ ഭൂമിയിൽ അറിയപ്പെടാത്തവരാണ്, പക്ഷെ ആകാശത്ത് അറിയപ്പെട്ടവരാണ്. ചില ആളുകൾ ഭൂമിയിൽ അറിയപ്പെട്ടവരാണ്, പക്ഷെ ആകാശത്ത് അറിയപ്പെടാത്തവരാണ്. ആകാശത്ത് അറിയപ്പെട്ടവർ നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുമായി അടുക്കുന്ന ആളുകളാണ്. ഓരോ അമൽ ചെയ്യുമ്പോഴും ആ അമൽ കഴിഞ്ഞ ഉടനെ അമൽ അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. ഓരോ അമലും അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്. ആ അമൽ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓരോ ആകാശത്തിലും അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ ഇതാരുടെ അമലാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ പേര് പറയും, ഉപ്പയുടെ പേര് പറയും. അങ്ങനെ നല്ല അമലുകൾ അധികമായി ചെയ്യുന്ന മനുഷ്യൻ ആകാശത്ത് അറിയപ്പെട്ടവനാവും. അതുകൊണ്ട് അലൈക ബി തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ തിലാവത്ത് നീ മുറുകെ പിടിക്കണം. ഫഇന്നഹു ദിക്റുൻ ലക ഫിസ്സമാ, അത് ആകാശത്ത് നീ സ്മരിക്കപ്പെടാൻ കാരണമാണ്. വനൂറുൻ ലക ഫിൽ അർദ്, അത് ഭൂമിയിൽ നിനക്ക് പ്രകാശവുമാണ്. ഒരു വീട്ടിൽ ഖുർആൻ ഓതിയാൽ ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും. ശൈത്താൻ ആ വീട്ടിൽ നിന്ന് അകന്നു പോകും. ചെറിയ വീടാണെങ്കിലും അത് വിശാലമായി തോന്നിക്കപ്പെടും. ഒരു വീട്ടിൽ ഖുർആൻ ഓതപ്പെട്ടില്ലെങ്കിൽ അവിടെ മലക്കുകൾ ആ വീട്ടിൽ നിന്ന് അകന്നു പോകും. അവിടെ ശൈത്താൻ്റെ സ്വാധീനം ഉണ്ടാവും. ആ വീട് എത്ര വലുതാണെങ്കിലും അത് ചെറുതായി തോന്നും. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തിലാവത്തുൽ ഖുർആനെ മുറുകെ പിടിക്കണം. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും സദഖ നൽകുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തുൽ ഖുർആൻ മുറുകെ പിടിക്കണം. അതേപോലെ തന്നെ നമ്മൾ പതിവാക്കിയ സദഖ, ദാനധർമ്മങ്ങൾ, സക്കാത്ത് റമദാനുമായി ബന്ധമില്ല. സക്കാത്ത് വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ്. സദഖ നമ്മൾ റമദാനിൽ അധികമായി കൊടുത്തു. ഈ സദഖ മരണം വരെ നിലനിർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ഉഖ്സിമു അലൈഹിൻ, 3 കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്ത് പറയാം. നബിതങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്. വീണ്ടും നബിതങ്ങൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. 3 കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അതിലൊന്ന് മാനഖസ മാലു അബ്ദിൻ മിൻ സദഖ, സദഖ നൽകുന്നതിലൂടെ ഒരാളുടെയും സമ്പത്ത് കുറയുന്നതല്ല. എത്ര കണ്ട് ഒരാൾ സദഖ നൽകുന്നോ അതനുസരിച്ച് അയാളുടെ സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ഒരാൾ ഈ അടുത്ത് അനുഭവം പങ്കുവച്ചു. അദ്ദേഹം ചെറിയ ശമ്പളക്കാരനാണ്. എല്ലാ മാസവും ഒരു 500 രൂപ സദഖ നൽകുമെന്ന് അദ്ദേഹം നിയ്യത്ത് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ മാസവും ഒരു 500 നിയ്യത്ത് ചെയ്തു. അടുത്ത മാസം മുതൽ അദ്ദേഹം ആവശ്യപ്പെടാതെ ശമ്പളത്തിൽ 5000 വർധനവുണ്ടായി. ഇതാണ് സദഖ. ഒരാൾ നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സക്കാത്ത് പിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. ഒരു ഗ്രാമീണനായ സഹാബിയുടെ അരികിലേക്ക് ആളയച്ചു. ആ ഗ്രാമീണനായ സഹാബിയുടെ ഒട്ടകത്തെ എണ്ണി നോക്കി സക്കാത്ത് പിരിക്കാൻ വന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമായത് 1 വയസ്സുള്ള പെണ്ണൊട്ടകാണ്. 1 വയസ്സുള്ള പെണ്ണൊട്ടകാണ്. ആ ആറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു, ഈ 1 വയസ്സുള്ള പെണ്ണൊട്ടകത്തെ അള്ളാഹുവിന് നൽകിയിട്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സക്കാത്തായി നൽകിയിട്ട് എന്താണ് പ്രയോജനം? ആ 1 വയസ്സുള്ള പെണ്ണൊട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കാനും പറ്റൂല, അത് പാല് കറക്കാനും പറ്റാത്തതാണ്. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ഒന്നിനെ ഞാൻ അള്ളാഹുവിന് നൽകൂല. നൽകുമ്പോൾ നല്ലത് തന്നെ കൊടുക്കും. അതുകൊണ്ട് ആ സഹാബി പറഞ്ഞു, ഞാൻ അതിനേക്കാൾ നല്ലത് തരാം. പക്ഷെ പിരിക്കാൻ വന്ന ആൾ പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഇതാണ്. ഇതിലും കൂടുതൽ നിനക്ക് നൽകണമെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കും. അപ്പോൾ ആ സഹാബി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരാൻ നബി തങ്ങളോട് അനുവാദം ചോദിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് അനുവാദം കൊടുത്തു. അള്ളാഹുവിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം എന്നുള്ള ചിന്ത. അങ്ങനെ ഏറ്റവും നല്ലത് തന്നെ കൊടുത്തു. അതിനുശേഷം ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുന്നുണ്ട്, അദ്ദേഹം അന്ന് കൊടുത്തത് ഒരൊട്ടകാണ് സക്കാത്തായി കൊടുത്തത്. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വരെ ജീവിച്ചു. അതിനുശേഷം ഓരോ വർഷവും അദ്ദേഹം കൂട്ടം ഒട്ടകങ്ങളെ സക്കാത്തായി കൊടുക്കുമായിരുന്നു. അത്രത്തോളം അയാളുടെ സമ്പത്തിൽ അള്ളാഹു വർധനവ് കൊടുത്തു. സക്കാത്ത്, സദഖ ഇതൊരിക്കലും ഒരു ഭാരമായി മനസ്സിലാക്കരുത്. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രയോജനങ്ങൾ ദുനിയാവിൽ തന്നെ തരും, ആഖിറത്തിൽ വേറെ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ. ഒരാൾ അള്ളാഹുവിന് കടം കൊടുത്താൽ അള്ളാഹു ഇരട്ടിയായി തിരിച്ചു തരും. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു ഞങ്ങളോട് കടം ആവശ്യപ്പെടുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കാൻ. ഇത് കേട്ട ഉടനെ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ എൻ്റെ തോട്ടം ഇതാ, ഞാൻ അള്ളാഹുവിന് വേണ്ടി കടം നൽകിയിരിക്കുന്നു. ആ തോട്ടത്തിൽ
600 ഈന്തപ്പനയുണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ വീടും. ആ തോട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഈ തോട്ടം അള്ളാഹുവിന് കടം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് കുട്ടികളെയും കൂട്ടി സാധനങ്ങളുമായി പുറത്തേക്ക് വരിക. നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്ത് പറയും? ഇദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയും അല്ലേ? ചിലപ്പോൾ കേസ് കൊടുക്കും, തകരാറുണ്ടെന്ന് പറയും. പക്ഷേ ഉമ്മു ദഹ്ദ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് റബിഅ ബൈഉക്, റബിഅ ബൈഉക്, നിങ്ങളുടെ കച്ചവടം എത്രയോ ലാഭകരമാണ്. സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാൻ, കുട്ടികളെയും കൂട്ടി സാധനങ്ങളുമായി സ്വന്തം വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാൻ. കാരണം ഇത് അള്ളാഹുവിന് കൊടുത്തതാണ്. അള്ളാഹുവിന് കൊടുത്തതൊന്നും പാഴായി പോവില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് തീർന്നു പോകും, പക്ഷെ അള്ളാഹുവിൻ്റെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഒരിക്കലും തീർന്നു പോവില്ല. അതുകൊണ്ട് ആ ഉമ്മു ദഹ്ദ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം കേട്ടിട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദഹ്ദാഹിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഈന്തപ്പന വൃക്ഷങ്ങൾ അത് ഇവിടെ നിന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. സ്വർഗ്ഗത്തിലെ ഈന്തപ്പന എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിലെ ഈന്തപ്പന അതിൻ്റെ അടിവേര് മരതകം കൊണ്ടുള്ളതാണ്. അതിൻ്റെ തണ്ട് ചുവപ്പ് നിറത്തിലുള്ള ദഹബുൻ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള സ്വർണ്ണമാണ്. അതിൻ്റെ പട്ട അത് പട്ടിനാലുള്ളതാണ്. അതിൽ നിന്നാണ് സ്വർഗവാസികൾക്ക് വസ്ത്രം നെയ്യപ്പെടുന്നത്. അതിലെ പഴം മിസ്ലു ഖിലാലി ഹജർ, അത് വലിയ ഭരണികളെപ്പോലെ, വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന, പണ്ട് കാലത്തൊക്കെ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്ന വലിയ വലിയ ഭരണികളുണ്ട്, അതുപോലെയായിരിക്കും സ്വർഗത്തിലെ ഈത്തപ്പഴങ്ങൾ. അത് അഹ്ലാമിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അത് പാലിനേക്കാൾ വെള്ളയാണ്. അല്യനു മിനസ് സബദ്, അത് വെണ്ണയേക്കാൾ മൃദുലമാണ്. ലൈസ ഫിഹ അജം, അതിൽ കുരുവില്ല. ഇതാണ് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. നമ്മൾ എന്താണോ അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, അള്ളാഹു എന്തായാലും പകരം തരും. അസ്സദഖ തുറദ്ദുൽ ബല, ദുനിയാവിൽ നമുക്ക് വരാനുള്ള ആപത്തുകളെ സദഖയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റും. ഷെയ്ഖ് അലിയുൽ ഖാനി മദ്ദദുല്ലുഹുൽ ആലി അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഒരു സ്ത്രീ വൃക്ക തകരാറിലായി. അങ്ങനെ പരസ്യം ചെയ്തു, ഒരു വൃക്ക നൽകിയാൽ ഇത്ര രൂപ പരസ്യം ചെയ്തു. ഒരു സ്ത്രീ വൃക്ക നൽകാൻ വേണ്ടി വന്നു. അങ്ങനെ ഈ 2 സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടാൻ. അപ്പം നൽകാൻ വേണ്ടി വന്ന സ്ത്രീ വല്ലാതെ കരയുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് വൃക്ക നൽകാൻ യാതൊരു ആഗ്രഹവുമില്ല, ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ അത്രയും പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, അതിൻ്റെ പേരിൽ നിർബന്ധിതാവസ്ഥയിൽ നൽകിയതാണ്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല, എത്ര രൂപയാണോ ഞാൻ നൽകാമെന്ന് പറഞ്ഞത് അത് സദഖയായി നൽകിയിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. അങ്ങനെ ആ സ്ത്രീ പോയി. ഈ സ്ത്രീ കാണിക്കാൻ വേണ്ടി ഡോക്ടറുടെ അരികിലേക്ക് പോയി. ഡോക്ടർ അത്ഭുതപ്പെട്ടു, നിങ്ങളുടെ വൃക്ക പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, പഴയ പോലെ ഒരു കുഴപ്പമില്ല. ഇതാണ് അസ്സദഖത്തു റദ്ദുൽ ബല. സദഖ മനുഷ്യന് വരാനിരിക്കുന്ന ആപത്തുകൾ തടയും. രോഗങ്ങളെ നിങ്ങളുടെ രോഗികളെ സദഖ കൊണ്ട് ചികിത്സിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സദഖ എല്ലാ മാസവും, നമ്മൾ ശമ്പളക്കാരനാണെങ്കിൽ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സദഖക്കായി മാറ്റി വെക്കണം. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ പല ഹറാമുകളിൽ നിന്ന് മാറി നിന്നു. പല ഹറാമുകൾ ചെയ്യാനും ആഗ്രഹമുണ്ടായിരുന്നു. ആ ഹറാമുകളിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് മാറി നിന്നു. ഇതേപോലെ റമദാൻ അല്ലാത്ത മാസങ്ങളിലും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. തിന്മകൾ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങളുണ്ടാവും. അതിലൊന്ന്, അവൻ്റെ മുഖത്ത് നിന്ന് ഈമാനിൻ്റെ പ്രകാശം അള്ളാഹു എടുത്തു മാറ്റും. ഹൃദയത്തിൽ നിന്നും ഈമാനിൻ്റെ പ്രകാശം അള്ളാഹു എടുത്തു മാറ്റും. മനപ്രയാസം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. റിസ്കിൽ കുറവ് വരും. അള്ളാഹു അവൻക്ക് വിധിച്ച സമ്പത്തിൽ അള്ളാഹു കുറവ് വരുത്തും, അവൻ്റെ പാപങ്ങൾ കാരണം. ഇതൊക്കെ ദുനിയാവിൽ വെച്ച് തന്നെ മനുഷ്യനുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സൃഷ്ടികളുടെ ഹൃദയത്തിൽ അവനെക്കുറിച്ചുള്ള വെറുപ്പ് അള്ളാഹു ഇട്ട് കൊടുക്കും. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ല, പ്രശ്നത്തിലാണ്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളായിരിക്കും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാം, ഹറാമിൽ നിന്ന് മാറി നിൽക്കാം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്. തഖ്വ മരണം വരെ നിലനിർത്താം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്തോടു കൂടി നന്മകളിൽ നിലനിൽക്കുന്ന ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങും, അവരെ അതുപോലെ തന്നെ നമ്മൾ റമദാനിൽ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചു അല്ലേ? നമസ്കാരത്തിന് മുമ്പ് വന്നു, നമസ്കാരത്തിന് ശേഷം കുറേ സമയം ഇരുന്നു, അങ്ങനെ പള്ളിയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. ഈ ബന്ധം മരണം വരെ നിലനിർത്തണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കും. അതിലൊന്ന് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഒരു മനുഷ്യനാണ് അവൻ്റെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എപ്പോഴും പള്ളിയിൽ വന്നിരിക്കുന്ന ആൾ, പള്ളിയിൽ വന്നാൽ സമാധാനം കിട്ടുന്ന ആൾ, അയാൾക്ക് അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കും. ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരു പണിയും ചെയ്യാതെ ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒന്നും ചെയ്യാതെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം പള്ളിയിലിരുന്ന് കൊള്ളട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് ഉളുവോടുകൂടി എത്ര സമയം പള്ളിയിലിരിക്കുന്നോ അത്രയും സമയം മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. മലക്കുകൾ ദുആ ചെയ്യും. നമ്മളൊന്നും ചെയ്യണ്ട, ദിക്ർ ചെയ്യണ്ട, വെറുതെ പള്ളിയിൽ ഇരുന്നാൽ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. സലാത്തുൻ മുകഫിറാത്തുൻ സലാത്തുൻ ദറജാത്തുൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ മനുഷ്യൻ്റെ പാപങ്ങളെ വല്ലാതെ പൊറുപ്പിക്കുന്നതാണ്, 3 കാര്യങ്ങൾ സ്വർഗത്തിലെ ദറജ ഉയർത്തുന്നതാണ്. പാപങ്ങൾ പൊറുപ്പിക്കുന്ന 3 കാര്യം: ഒന്ന്, ശക്തമായ തണുപ്പുള്ള സമയത്ത് പരിപൂർണമായി വുളു ചെയ്യാം. രണ്ടാമത്തേത്, പള്ളിയിലേക്ക് നടന്നു വരാം. മൂന്നാമത്തേത്, നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കും. സ്വർഗത്തിൽ ദർജ ഉയർത്തുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ഇത്ആമു തആം, ജനങ്ങളെ ഭക്ഷിപ്പിക്കുക; ഇഫ്ഷാഉ സലാം, സലാം പ്രചരിപ്പിക്കുക; വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക. അതുപോലെ തന്നെ റമദാനിൽ നോമ്പ് 30 ദിവസം നോമ്പെടുത്തു. റമദാനല്ലാത്ത മാസങ്ങളിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും നോമ്പെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലൊരു മാളികയുണ്ട്. അതിൻ്റെ പ്രത്യേകത, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറമേയുള്ളതും പുറമെ നിന്ന് നോക്കിയാൽ ഉള്ളിലുള്ളതും കാണപ്പെടും. ഗ്ലാസ് ടൈപ്പാണ്. അപ്പോൾ സംശയം വരും, പിന്നെ പ്രൈവസി ഇല്ലല്ലോ, പിന്നെ എന്താണ് റൂമിൻ്റെ ആവശ്യം? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ സ്വർഗവാസിക്കും അള്ളാഹു നൽകുന്നത് ഒരു വലിയ സാമ്രാജ്യമാണ്. ഈ ദുനിയാവിൻ്റെ 10 ഇരട്ടിയാണ് ഏറ്റവും ചെറിയ സ്വർഗവാസിക്ക് അള്ളാഹു നൽകുന്നത്. ആ സ്വർഗവാസിയുടെ സാമ്രാജ്യത്തിൽ അവൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് പോലും പ്രവേശിക്കൂല. പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള റൂമുകൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, അതാർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ലിമൻ വാസലസിയ, ഒന്ന് ഭക്ഷിപ്പിച്ചവർക്കാണ്. രണ്ടാമത്തത് നിരന്തരമായി നോമ്പെടുത്തവർ. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് നിരന്തരമായി നോമ്പെടുക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ 30 ദിവസം നോമ്പെടുത്ത് റമദാനല്ലാത്ത മാസങ്ങളിൽ വെറും 3 ദിവസം നോമ്പെടുത്താൽ അവൻ നിരന്തരമായി നോമ്പെടുത്തവനെ പോലെയാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹ, 1 ചെയ്താൽ 10 ആണ്, 3 എടുത്താൽ 30 ആണ്. അവിടെ റമദാനല്ലാത്ത മാസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ തിങ്കളും വേഴും നോമ്പെടുക്കൽ സുന്നത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും നോമ്പെടുക്കൽ പതിവാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ വസീയത്ത് ചെയ്തു, അത് മരണം വരെ ഞാൻ ഉപേക്ഷിക്കൂല. 1, ദുഹാ നമസ്കാരം; 2, എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കൽ; 3, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കൽ. എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇസ്തിഖാമത്തോടു കൂടി അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അമൽ ചെയ്താലാണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. മുൻഗാമികൾ പാപങ്ങൾ ചെയ്താൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പോലെ ഒരു അമൽ ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. ഒരു നന്മ ചെയ്തവൻ 3 കാര്യത്തെ പേടിക്കണം എന്ന് ഫഖീഹ് അബുൽ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നന്മ ചെയ്തവൻ 3 കാര്യത്തെ പേടിക്കണം. 1, അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യമാണ്. ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം 1000 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് വല്ലാതെ കരയുന്നത് കണ്ടപ്പോൾ മകൾ ചോദിച്ചു, എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കൾ കുറേ അമൽ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്താണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. അള്ളാഹു അമൽ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. നമ്മൾ കബൂലായോ ഇല്ല എന്ന വിഷയം പേടിക്കണം. രണ്ടാമത്, റിയാഇനെ പേടിക്കണം. നമ്മളറിയാതെ ലോകമാന്യത നമ്മുടെ അമലിൽ കടന്നുകൂടിയിട്ടുണ്ടോ ഇല്ലേ? ലോകമാന്യത കടന്നുകൂടിയാൽ ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല. മൂന്നാമത്തത്, ഖബൂലായ അമൽ തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. ഖബൂലായ അമലായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തി കാരണം അത് പൊളിഞ്ഞു പോകും. അദ്ദേഹം പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസന, അള്ളാഹു പറഞ്ഞത് എന്താണ്? ഒരാൾ നന്മയുമായിട്ട് വന്നാൽ ആഖിറത്തിൽ ആ നന്മയുമായിട്ട് വരണം. അതിനു മുമ്പ് അമൽ പൊളിഞ്ഞു പോയാൽ കാര്യമില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പേടിക്കണം. ഒന്ന്, കബൂലായിട്ടുണ്ടോ? റിയാ വന്നിട്ടുണ്ടോ? കബൂലായതിനു ശേഷം ആ അമൽ പൊളിഞ്ഞു പോകുമോ? ഇത് 3 നമ്മൾ ഭയപ്പെടണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. നമസ്കാരത്തിന് ശേഷം ആദ്യം പറയുന്നത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് ഏത് അമൽ ചെയ്താലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. പള്ളിയിൽ നമ്മൾ സമയം ചിലവാക്കി വേണ്ട രീതിയിൽ
പള്ളിയോടുള്ള ഹുർമത്ത് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم إنا نعوذ بك من صلاة لا تنفع وصوم لا ينفع وعلم لا ينفع وقلب لا يخشع ونفس لا تشبع ودعوة لا يستجاب لها. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرات أعمالنا واستجب دعاءنا إنك أنت التواب الرحيم. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും ഈ റമദാനിലൂടെ നീ പുറത്ത് മാപ്പാക്കി തരണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളെയും കുറവുകളെ നികത്തി സ്വീകരിക്കണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ അമലുകൾ മുഴുവൻ കുറവുകളുള്ള അമലുകളാണ് യാ അല്ലാഹ്, ന്യൂനതകളുള്ള അമലുകളാണ് യാ അല്ലാഹ്. യാ അല്ലാഹ്, ന്യൂനതകളില്ലാത്തവൻ നീ മാത്രമാണ് യാ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ അമലുകളും ന്യൂനതകളുള്ളതാണ് യാ അല്ലാഹ്. നോമ്പ് യാ അല്ലാഹ്, ഞങ്ങളുടെ വയറ് നോമ്പെടുത്തെങ്കിലും കണ്ണ് നോമ്പെടുത്തിട്ടില്ല യാ അല്ലാഹ്. നാവ് നോമ്പെടുത്തിട്ടില്ല യാ അല്ലാഹ്. നാവ് കൊണ്ട് ഹറാമുകൾ പറഞ്ഞു പോയി യാ അല്ലാഹ്. കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടുപോയി യാ അല്ലാഹ്. യാ അല്ലാഹ്, എങ്കിലും യാ അല്ലാഹ്, നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് യാ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളെ പരിപൂർണമായി സ്വീകരിക്കണേ യാ അല്ലാഹ്. ഒരു നോമ്പുകാരൻ എന്തൊക്കെ പ്രതിഫലം നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരം യാ അല്ലാഹ്, അലസരായിട്ടാണ് ഞങ്ങൾ തറാവീഹ് നമസ്കരിച്ചത് യാ അല്ലാഹ്. യാ അല്ലാഹ്, തീർന്നു പോയിരുന്നെങ്കിലും ആഗ്രഹിച്ചിരുന്നു യാ അല്ലാഹ്. യാ അല്ലാഹ്, പുറത്തു തരണേ യാ അല്ലാഹ്, പുറത്തു തരണേ യാ അല്ലാഹ്. സ്വീകരിക്കണേ യാ അല്ലാഹ്, സ്വീകരിക്കണേ യാ അല്ലാഹ്. ഒരിക്കലും ഞങ്ങളുടെ നമസ്കാരങ്ങളെ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയല്ലേ യാ അല്ലാഹ്. ചില ആളുകളുടെ നമസ്കാരം അവരുടെ തലയുടെ മുകളിലേക്ക് ഒരു ചാണ് പോലും ഉയരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് യാ അല്ലാഹ്. ഒരിക്കലും ആ രീതിയിലുള്ള നമസ്കാരമാക്കി തീർക്കല്ലേ യാ അല്ലാഹ്. നമസ്കാരം കൊണ്ട് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകിയിട്ടുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത തഖ്വ മരണം വരെ നിലനിർത്താൻ തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, റമദാനിൽ ചെയ്ത അമലുകളെ റമദാനിന് ശേഷമുള്ള അമലുകൾ കൊണ്ട് ഞങ്ങൾ തന്നെ പൊളിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ യാ അല്ലാഹ്. യാ അല്ലാഹ്, റമദാനിന് ശേഷവും നിന്നെ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കടമകളെയും നീയുമായി ബന്ധപ്പെട്ട കടമകളെയും പൂർത്തിയാക്കി യാ അല്ലാഹ്, നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിച്ച് നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ മരണപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾ ഖബറിലേക്ക് അടുക്കുകയാണ് യാ അല്ലാഹ്, മരണത്തിലേക്ക് അടുക്കുകയാണ് യാ അല്ലാഹ്. ഞങ്ങളിൽ പലരുടെയും അവസാനത്തെ ആഴ്ചയാണ് യാ അല്ലാഹ്. ഞങ്ങളിൽ പലരുടെയും അവസാനത്തെ മാസമാണ് യാ അല്ലാഹ്, അവസാനത്തെ ദിവസമാണ് യാ അല്ലാഹ്. ഞങ്ങളിതൊന്നും അറിയാതെ ദുനിയാവിൻ്റെ ലഹരിയിൽ ദുനിയാവിൻ്റെ ചിന്തയിൽ ലയിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യാ അല്ലാഹ്. യാ അല്ലാഹ്, ആഖിറത്തിൻ്റെ ചിന്ത നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, മരണത്തിൻ്റെ ചിന്ത നിലനിർത്താൻ തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. എന്ന് മരിച്ചാലും ഈമാനോടുകൂടി കലിമ പറഞ്ഞ് നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ സന്തോഷിച്ച് മരണപ്പെടാൻ തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. ഏറ്റവും സന്തോഷമുള്ള ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി മാറ്റണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഇന്ന് റമദാൻ തീരുകയാണെങ്കിൽ യാ അല്ലാഹ്, ഈ റമദാൻ നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ യാ അല്ലാഹ്. റമദാൻ ഒരിക്കലും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ യാ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെയും മഹ്റൂമാക്കല്ലേ അല്ലാഹ്. ഈ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ പള്ളിയിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്ത ഇതിൻ്റെ മുതവല്ലിമാർ യാ അല്ലാഹ്, അവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് ദുനിയാവിൻ്റെ കുറേ ആവശ്യങ്ങളുണ്ട് യാ അല്ലാഹ്. യാ അല്ലാഹ്, അവർ ആഖിറത്തെ പ്രതീക്ഷിച്ച് നിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യാണ് യാ അല്ലാഹ്. ഒരിക്കലും അവരുടെ സമ്പത്തിൽ നീ കുറവ് വരുത്തല്ലേ യാ അല്ലാഹ്, നഷ്ടം വരുത്തല്ലേ യാ അല്ലാഹ്. സമ്പത്തിൽ വർധനവ് നൽകണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഈ പള്ളിയുടെ ഇമാമിയങ്ങൾ യാ അല്ലാഹ്, ഈ പള്ളിയുടെ ഖതീബ് യാ അല്ലാഹ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ എല്ലാവരെയും കബൂലാക്കണേ യാ അല്ലാഹ്. അവരുടെ ഇൽമിലും അമലിലും ബർക്കത്ത് ചെയ്യണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും കബൂലാക്കണേ യാ അല്ലാഹ്, കബൂലാക്കണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, തട്ടിക്കളയല്ലേ യാ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.